ഹലോ കുട്ടികളെ, അപ്പോൾ നിങ്ങളുടെ പ്രാക്ടിക്കൽസിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ തരുന്ന ഓരോ പ്രാക്ടിക്കൽസ് എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്നൊക്കെയുള്ള ഒരു ക്ലാസ്സാണ് ഇതിൽ കൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അന്ന് ദിവസം വന്നു കഴിഞ്ഞാൽ വളരെ കൃത്യതയോടുകൂടി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ ഈ പ്രാക്ടിക്കൽസൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് വരാൻ പറ്റില്ല, പ്രാക്ടിക്കലൊന്നും ചെയ്യാനും സാധിച്ചിട്ടില്ല. അപ്പോൾ കിട്ടുന്ന ടൈമിൽ ആ മാക്സിമം ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടും കൂടിയിട്ടാണ് ഇങ്ങനത്തെ തരത്തിലുള്ള വീഡിയോസ് ഇട്ടത്. സോ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു ടു ഡു പ്രാക്ടിക്കൽസ് വെൻ യു കം ഓൺ ട്യൂസ്ഡേ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഇവിടെ ഒരെണ്ണം നമ്മളിപ്പോൾ മെയിൻലി 4 എക്സ്പെരിമെൻറ്റ്സ് അന്ന് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഏകദേശം ടൈം അനുവദിച്ച് നമുക്ക് സ്പീഡിലൊക്കെ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് 4 എണ്ണം അന്ന് തീർക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് 2 അസിഡിമെട്രി ആൽക്കലിമെട്രി ആസിഡ് ബേസ് ടൈട്രേഷനും പെർമാഗ്നോമെട്രിയും അതുപോലെ തന്നെ ഡൈക്രോമെട്രിയും, ഇത്ര എണ്ണമാണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കോവിഡ് കാരണം ഇപ്പോൾ ശരിക്കും നിങ്ങൾ ഓഗസ്റ്റ് സെപ്റ്റംബർ മുതൽ ചെയ്തു തുടങ്ങേണ്ട പ്രാക്ടിക്കൽസാണ് ഇപ്പോൾ ഇതുവരെ തുടങ്ങാതിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കെമിസ്ട്രിയിലെ നമ്മുടെ എക്സ്പെരിമെൻറ്റ്സിൻ്റെ എണ്ണമൊക്കെ വളരെയധികം കുറച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ കുട്ടികൾ ചെയ്തത്രയൊന്നും നിങ്ങൾക്ക് ഇപ്രാവശ്യം ചെയ്യാനില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ളതിൽ എക്സാമിന് വരുന്നതും ഒക്കെ നോക്കിയിട്ടാണ് ഞാനിവിടെ 4 എണ്ണം ചെയ്യിപ്പിക്കുന്നത്. എക്സാമിന് സാധാരണ ചോദിക്കാറുള്ളത് പെർമാഗ്നോമെട്രിയും ഡൈക്രോമെട്രിയും മാത്രമാണ് ചോദിക്കാറുള്ളൂ. എന്നാൽ ആസിഡിമെട്രിയുടെ ആൽക്കലിമെട്രിയുടെ ഒക്കെ പ്രൊസീജിയേഴ്സ് എഴുതാനായിട്ട് വരാറുണ്ട്. പക്ഷെ നമുക്കൊരു ചെയ്തൊരു തഴക്കം വരാനായിട്ട് നമുക്ക് 2 എണ്ണം ആസിഡിമെട്രി ആൽക്കലിമെട്രിയിലും ചെയ്യാം, ഒരെണ്ണം പെർമാഗ്നോമെട്രിയിലും ചെയ്യാം, ഒരെണ്ണം ഡൈക്രോമെട്രിയിലും നമുക്ക് ചെയ്യാം. അപ്പം നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ ഏരിയാസും നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം നമ്മൾ ചൊവ്വാഴ്ച വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് ആസിഡ് ബേസ് ടൈട്രേഷനാണ്. അപ്പോൾ ആസിഡ് ബേസ് ടൈട്രേഷനിൽ എസ്റ്റിമേഷൻ ഓഫ് NaOH, എസ്റ്റിമേഷൻ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് നിങ്ങളെ കൊണ്ട് ആദ്യമായിട്ട് ഞാൻ ചെയ്യിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ എസ്റ്റിമേഷനിലെ നിങ്ങൾക്ക് തരുന്ന സൊല്യൂഷൻ, നിങ്ങൾക്ക് എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് കുഞ്ഞിയൊരു ബോട്ടിൽ നിങ്ങൾക്ക് സൊല്യൂഷൻ തരും, അതാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ അതിന് മുൻപായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എന്തിനായിട്ടാണ് ടൈട്രേറ്റ് ചെയ്യണത് എന്ന് അറിയണം. ആ ടൈട്രേറ്റ് ചെയ്യുന്ന സാധനത്തിന് നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റാൻഡേർഡൈസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എസ്റ്റിമേഷൻ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ എസ്റ്റിമേഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, HCl ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ HCl എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു സ്ട്രോങ് ആയിട്ടുള്ള എന്താണ്, ആസിഡാണ് അല്ലേ. ഈ സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാലോ അതെന്താണ്, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബേസുമാണ്. അപ്പോൾ എസ്റ്റിമേഷൻ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും തമ്മിലുള്ള ഒരു ടൈട്രേഷൻ ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് അൺനോൺ ആണ്, ഇത് നിങ്ങൾക്ക് തരും. ഓക്കെ, ഇതാണ് ഇവിടെ ഉപയോഗിക്കുന്ന ലിങ്ക്. ഓക്കെ, HCl ആയിട്ടാണ് നിങ്ങൾ ടൈട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ HClൻ്റെ കൃത്യമായിട്ട് നോർമാലിറ്റി നമുക്ക് അറിയില്ല. അപ്പോൾ അറിയാത്തത് കൊണ്ട് ആദ്യം തന്നെ എന്ത് വേണം, നമ്മൾ HClനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യിക്കണം. നമ്മൾ എന്ത് ചെയ്യണം, HClനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യിക്കണം. അപ്പം അങ്ങനെ HClനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യിക്കണമെങ്കിൽ നമ്മൾ അതിനൊരു സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ, ഈ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ മുൻപേ ക്ലാസ്സുകളിൽ അനലിറ്റിക്കൽ കെമിസ്ട്രി എന്ന് പറഞ്ഞ ക്ലാസ്സുകളിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുള്ളതാണ്. അന്ന് ഞാൻ പറയുകയും ചെയ്തിരുന്നു ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് പ്രാക്ടിക്കൽസിന് ആവശ്യമാണെന്നത്. അപ്പോൾ HClനെ നമ്മൾ സ്റ്റാൻഡേർഡൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഓൾറെഡി ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് യൂസ് ചെയ്തിട്ടേ സ്റ്റാൻഡേർഡൈസ് ചെയ്യിക്കാൻ പറ്റുള്ളൂ. ആ സബ്സ്റ്റൻസ് ആണ് ഒരു ബേസ് ആയിട്ടുള്ള സോഡിയം കാർബണേറ്റ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ സോഡിയം കാർബണേറ്റ് ഓൾറെഡി ഒരു സ്റ്റാൻഡേർഡ്, പ്രൈമറി സ്റ്റാൻഡേർഡ് ആണ്. അത് വെച്ചിട്ട് നമ്മൾ HClനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്നു. എന്നിട്ട് സ്റ്റാൻഡേർഡൈസ് ചെയ്യപ്പെട്ട HCl വെച്ചിട്ട് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ തന്ന NaOHനെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തരാത്ത സോഡിയം കാർബണേറ്റ് നമ്മൾ എന്ത് ചെയ്യണം, അത് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ HClനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റാൻഡേർഡൈസേഷൻ ഓഫ് HCl ആണ് യൂസിങ് സോഡിയം കാർബണേറ്റ്. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ നമ്മൾ സോഡിയം കാർബണേറ്റ് നമ്മൾ വെയിറ്റ് എടുക്കണം. അപ്പം നമ്മുടെ ലാബിൽ ഒരു ചേച്ചിയുണ്ട്, ലാബ് അറ്റൻഡറാണ് ഗീത ചേച്ചി. നിങ്ങളെന്നെ ഹെൽപ്പ് ചെയ്യും വെയിറ്റ് എടുക്കാനായിട്ട്. അപ്പോൾ സാധാരണ അതിൽ
100 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലേക്കാണ് നിങ്ങൾ സോഡിയം കാർബണേറ്റ് വെയിറ്റ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ സോഡിയം കാർബണേറ്റ് ഏകദേശം 0.53 ആണ്. അത് 53 അല്ല, 0.529 ആയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ 0.538 537 534 എത്രയായാലും കുഴപ്പമില്ല. ഏകദേശം 0.53യുടെ അടുത്ത്. അത് നിങ്ങൾക്ക് എത്രയാണോ കൃത്യമായിട്ട് കിട്ടണതെങ്കിൽ ആ വെയിറ്റ് നിങ്ങൾ എഴുതി വെക്കണം. ഇപ്പോൾ 53 എന്നല്ല, ചിലപ്പോൾ ഒരു കുട്ടി വെയിറ്റ് എടുക്കുമ്പോൾ കൃത്യമായിട്ട് 0.53 തന്നെ കിട്ടിയെന്ന് വരില്ല, 529 ആവും കിട്ടുക, ചിലപ്പോൾ 0.528 ആവും, ചിലപ്പോൾ 531 ആവും, ചിലപ്പോൾ 532 ആവും. അപ്പോൾ അത് കുഴപ്പമില്ല, അത് കൃത്യമായിട്ട് എത്രയാണോ വെയിറ്റ് കിട്ടിയത് ആ വെയിറ്റ് നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെക്കണമെന്ന് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണം, 100 ml ഒരു സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് വേണം. ആ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലേക്ക് 0.53 സോഡിയം കാർബണേറ്റ് നിങ്ങൾ വെയിറ്റ് എടുക്കണം. അപ്പോൾ എന്ത് വേണം, സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് നിങ്ങൾ വെക്കുക, അതിൻ്റെ മുകളിൽ ഒരു ഫണൽ വെക്കുക. ആ ഫണലിലേക്ക് നിങ്ങൾ ഈ വെയിറ്റ് എടുത്ത, ആ ചേച്ചി നിങ്ങൾക്കൊരു പേപ്പറിൽ വെയിറ്റ് എടുത്ത് തരും. ആ വെയിറ്റ് എടുത്ത സോഡിയം കാർബണേറ്റ് ഫണൽ വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ ഇടുക. എന്നിട്ട് ആ ഫണലമ്മി കൂടെ നിങ്ങൾ വെള്ളം ഒഴിക്കുക. അപ്പോൾ ആ സോഡിയം കാർബണേറ്റൊക്കെ ആ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിൻ്റെ ഉള്ളിലേക്ക് പോവും. എന്നിട്ട് തരി വെള്ളം ഒഴിച്ചിട്ട് ആ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലുള്ള സോഡിയം കാർബണേറ്റിനെയൊക്കെ ഡിസോൾവ് ചെയ്യുക. അപ്പോൾ കുറച്ച് വാട്ടർ ഒഴിച്ച് ഇതിനെ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതിനെ മേക്കപ്പ് ചെയ്യാൻ പാടുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഫുൾ സൊല്യൂഷൻ വെള്ളം മൊത്തം ഒഴിച്ച് മേക്കപ്പ് ചെയ്യാൻ നോക്കിയാൽ ചിലപ്പോൾ പറ്റില്ല. അപ്പോൾ ആദ്യം കുറച്ചേശ്ശെ വെള്ളം ഒഴിച്ച് സോഡിയം കാർബണേറ്റിനെ ഫുള്ളായിട്ട് ഡിസോൾവ് ചെയ്തിട്ട് പെട്ടെന്ന് ഡിസോൾവ് ആവും. എന്നിട്ട് നിങ്ങൾ 100 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് മേക്കപ്പ് ചെയ്യുക. അതിലൊരു മാർക്ക് ഉണ്ടാവും, മാർക്ക് വരെ മേക്കപ്പ് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ 100 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് എടുക്കണം. അപ്പോൾ നിങ്ങൾ ലാബിൽ വരുമ്പോൾ അവിടെ ബാക്കിലൊരു സ്ഥലമുണ്ട്, ആ ലാബിൻ്റെ ഉള്ളിൽ തന്നെ അവിടെ ആയിരിക്കും അപ്പാരറ്റസുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവിടെ പോയി നിങ്ങൾക്ക് എടുക്കാം. ചേച്ചിയോട് ചോദിക്കുക, പോയി എടുക്കുക, ഞാനും അവിടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ 100 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് എടുത്തു. അതിലേക്ക് 0.53 ഗ്രാം സോഡിയം കാർബണേറ്റ് ഫണൽ വെച്ചു. ഫണലിൻ്റെ ഉള്ളിൽ കൂടെ സോഡിയം കാർബണേറ്റ് ഇട്ടു. എന്നിട്ട് സൊല്യൂഷൻ നമ്മൾ മേക്കപ്പ് ചെയ്യുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, നോർമാലിറ്റി ഓഫ് സോഡിയം കാർബണേറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. 0.53 എത്രയാണോ നമുക്ക് വെയിറ്റ് കിട്ടിയത് അത് ഇവിടെ എഴുതുക, ഇൻറ്റു 1000/53, അതാണ് ഈക്വലൻ മാസ് സോഡിയം കാർബണേറ്റിൻ്റെ, ഇൻറ്റു 100. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, സോഡിയം കാർബണേറ്റിൻ്റെ നോർമാലിറ്റി കിട്ടി. അപ്പോൾ സോഡിയം കാർബണേറ്റിൻ്റെ നോർമാലിറ്റി കിട്ടി. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, HClനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യാം. ഓക്കെ, അത് വെച്ചിട്ടാണ് നമ്മൾ HClനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യേണ്ടത്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡൈസേഷൻ ഓഫ് HCl ആണ്. HCl നിങ്ങൾക്ക് അവിടെ ഒരു ഒന്നില്ലെങ്കിൽ ബോട്ടിലായിട്ട് നിങ്ങൾക്ക് തരും, അല്ലെങ്കിൽ അവിടെ സൊല്യൂഷൻ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആവശ്യാനുസരണം ബ്യൂററ്റ് എടുത്തുകൊണ്ടുപോയി അതിൽ നിറയ്ക്കുകയാണ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ, അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്, ഒരു 100 ml ഒരു സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിൽ എന്തുണ്ട്, സോഡിയം കാർബണേറ്റ് ഉണ്ട്. ഓക്കെ, ആ സോഡിയം കാർബണേറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ബ്യൂററ്റിലേക്ക് എടുക്കണം. ഓക്കെ, അത് നിങ്ങളൊരു ബ്യൂററ്റിൽ എടുത്തു. പിന്നെ HCl സൊല്യൂഷൻ ടീച്ചർ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അതെന്ത് ചെയ്യണം, നിങ്ങൾ അടുത്ത ബ്യൂററ്റിലേക്ക് എടുത്തു. അപ്പോൾ ഒരെണ്ണത്തിൽ എന്തുണ്ട്, സോഡിയം കാർബണേറ്റ് ഉണ്ട്, ഒരെണ്ണത്തിൽ എന്തുണ്ട്, HCl ഉണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് സോഡിയം കാർബണേറ്റ് ഒഴിച്ചിട്ടൊന്ന് റിൻസ് ചെയ്തൊക്കെ കളയുക. എന്നിട്ട് ഇവിടെ കൃത്യം 0 എന്ന് പറഞ്ഞ മാർക്ക് വരെ സോഡിയം കാർബണേറ്റ് നിറച്ച് വയ്ക്കുക. അതുപോലെ അടുത്ത ബ്യൂററ്റിലെ HCl ഒഴിച്ചൊന്ന് റിൻസ് ചെയ്തൊക്കെ കളയുക. എന്നിട്ട് കൃത്യമായിട്ട് ഈ മാർക്ക് വരെ HCl ഒഴിച്ചിട്ട് കൃത്യമായിട്ട് വയ്ക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതിനുശേഷം നിങ്ങൾ ഒരു കോണിക്കൽ ഫ്ലാസ്ക് എടുക്കണം. എന്തെടുക്കണം, ഒരു കോണിക്കൽ ഫ്ലാസ്ക് എടുക്കണം. അപ്പോൾ കോണിക്കൽ ഫ്ലാസ്ക് നിങ്ങൾക്കറിയാലോ, അത് ഇങ്ങനെയൊക്കെയുള്ളൊരു ഷേപ്പുള്ളൊരു സാധനമാണ് ഈ കോണിക്കൽ ഫ്ലാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ കോണിക്കൽ ഫ്ലാസ്കിലേക്ക് നിങ്ങൾ എന്തെടുക്കണം, ഈ സോഡിയം കാർബണേറ്റ് സൊല്യൂഷൻ നിങ്ങൾ ബ്യൂററ്റ് നിറച്ചിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് 15 ml സോഡിയം കാർബണേറ്റ് എടുക്കുക. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ വാച്ച് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇത് നോട്ട് ചെയ്ത് എഴുതി വെക്കുക, 15 ml സോഡിയം കാർബണേറ്റ് ഇതിലേക്ക് എടുക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ അവിടെ കോമൺ ടേബിൾ ഉണ്ട്, അവിടെ ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ മീഥൈൽ ഓറഞ്ച് ഇൻഡിക്കേറ്റർ ഏത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. അല്ല ഇത് സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്നൊക്കെ അനുസരിച്ചിട്ട് വേണം നിങ്ങൾ ആഡ് ചെയ്യാനായിട്ട്. അപ്പം മീഥൈൽ ഓറഞ്ച് ഇൻഡിക്കേറ്റർ എന്ത് ചെയ്യണം, ഇവിടെ ആഡ് ചെയ്യണം. അപ്പം മീഥൈൽ ഓറഞ്ച് ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു യെല്ലോ കളറ് കിട്ടും. അപ്പോൾ 15 ml സോഡിയം കാർബണേറ്റ് ഇതിലേക്ക് ആഡ് ചെയ്തു. എന്നിട്ട് ഒരു 2 drops മീഥൈൽ ഓറഞ്ച് ആഡ് ചെയ്യുക. 2 drops മീഥൈൽ ഓറഞ്ച് ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു യെല്ലോ കളർ കിട്ടും.
എന്നിട്ട് ആ കോണിക്കൽ ഫ്ലാസ്ക് നിങ്ങൾ എന്ത് ചെയ്യണം, HClൻ്റെ ബ്യൂററ്റിൻ്റെ അടിയിൽ വെക്കുക. എന്നിട്ട് അപ്പോൾ ഇതിൻ്റെ അടിയിൽ ടൈലൊക്കെ കിട്ടും, അവിടുന്ന് ടൈലൊക്കെ വെക്കുക. എന്നിട്ട് ഈ ബ്യൂററ്റിൻ്റെ അടിയിൽ, HClൻ്റെ ബ്യൂററ്റിൻ്റെ അടിയിൽ ഈ സോഡിയം കാർബണേറ്റ് ഉള്ള ഈ കോണിക്കൽ ഫ്ലാസ്ക് വെക്കുക. എന്നിട്ട് നിങ്ങൾ HCl ആഡ് ചെയ്യുക, തരീശയായിട്ട് ആഡ് ചെയ്യുക. അപ്പം അങ്ങനെ ആഡ് ചെയ്ത് ഒരു പർട്ടിക്കുലർ പോയിന്റ് വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, എൻ പോയിന്റ് കിട്ടും. അതായത് യെല്ലോ കളർ ഉണ്ടായിരുന്ന നിങ്ങളുടെ കോണിക്കൽ ഫ്ലാസ്കിലെ സൊല്യൂഷൻ എന്ത് കളറായിട്ട് മാറും, ഓറഞ്ച് റെഡ് കളറായിട്ട് മാറും. അതാണ് നിങ്ങളുടെ എൻ പോയിന്റ്. ഓക്കെ, അപ്പോൾ ഒരു പ്രാവശ്യം നമ്മളിത് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇപ്പോൾ 15 ml അല്ലേ നമ്മളിതിനെ ആഡ് ചെയ്ത്, അപ്പോൾ ഇവിടെ 15 എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ടാവും. 15 ml വരെ നിങ്ങൾ ഇതിലെ ഗ്രാജുവേഷൻ ഉണ്ടാവില്ല, അപ്പോൾ 15 വരെ ആഡ് ചെയ്തു. ഇനി ഒരു 2 ml കൂടി ഇതിന്ന് അങ്ങ് ആഡ് ചെയ്യുക. അപ്പോൾ ഇത് കളയരുത് കേട്ടോ. ഈ 15 ml വെച്ച് നമ്മൾ HClനായിട്ട് ടൈട്രേറ്റ് ചെയ്ത് നമുക്ക് എൻ പോയിന്റ് കിട്ടി. ആ കോണിക്കൽ ഫ്ലാസ്ക് ഒന്നും ചെയ്യാതെ അതുപോലെ തന്നെ എടുത്ത് അതിലേക്ക് വേണം എക്സ്ട്രാ 2 ml സോഡിയം കാർബണേറ്റ് വീണ്ടും ആഡ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്യണ്ട. സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്യുമ്പോൾ ഈ ഉണ്ടായ ഓറഞ്ച് റെഡ് കളർ വീണ്ടും യെല്ലോ കളറായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ അത് വീണ്ടും HClനായിട്ട് ടൈട്രേറ്റ് ചെയ്യുക. പിന്നെ HCl നിറയ്ക്കാൻ പാടോ? ഇല്ല. ഈ 2 ബ്യൂററ്റും ആകെ ഒരു പ്രാവശ്യം നിറയ്ക്കാൻ പാടുള്ളൂ. പിന്നെ ഒക്കെ ഇങ്ങനെ ആഡ് ചെയ്ത് എടുക്കുക. അപ്പോൾ ആദ്യം 15 ml ആഡ് ചെയ്തു, സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്തു, ഇൻഡിക്കേറ്റർ ആഡ് ചെയ്തു, ടൈട്രേറ്റ് ചെയ്തു. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതായിരിക്കും എൻ പോയിന്റ് കിട്ടിയത്. പിന്നെ ഇവിടുന്ന് വീണ്ടും 2 ml, അപ്പോൾ ടോട്ടൽ 17 ml ആയി അല്ലേ. 17 ml ആയി. എന്നിട്ട് നേരെ ഇതിൻ്റെ അടിയിൽ വെച്ചിട്ട് ടൈട്രേഷൻ നടത്തുക. അപ്പോൾ നിങ്ങൾക്ക് എൻ പോയിന്റ് ഇത്രയും കൂടി താഴ്ന്നിട്ട് കിട്ടും. പിന്നെ വീണ്ടും 2 ml, അപ്പോൾ 19 ml ആയി. അത് വീണ്ടും ടൈട്രേഷൻ നടത്തുക. 21 ml, 2 ml കൂടി ആഡ് ചെയ്തപ്പോൾ അങ്ങനെ നിങ്ങൾ 15 ml സോഡിയം കാർബണേറ്റിൻ്റെ, 17 ml, 19 ml, 21, 23, 25. 23 എടുത്താലും 23 വരെ എടുത്താലും മതി. കുറച്ചും കൂടി നന്നായിട്ട് നമുക്ക് ഗ്രാഫ് കിട്ടാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ 25 കൂടിയും എടുക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഇതേപോലെ നിങ്ങൾ ടൈട്രേഷൻ ചെയ്യുക. ഇൻഡിക്കേറ്റർ ആകെ ഒരു പ്രാവശ്യം ആഡ് ചെയ്യണ്ടോ. പിന്നെ ഓരോ പ്രാവശ്യം സൊല്യൂഷൻ ഒഴിച്ച് കളയരുത്. 15 ആഡ് ചെയ്തു, ഇൻഡിക്കേറ്റർ ആഡ് ചെയ്തു, ടൈട്രേഷൻ നടത്തി. ആ സൊല്യൂഷനിലേക്ക് തന്നെ വേണം നിങ്ങൾ അടുത്ത 2 ml കൂടി ആഡ് ചെയ്യാൻ. എന്നിട്ട് വീണ്ടും ഈ സംഭവങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്യുക. എന്നിട്ട് ആ കിട്ടിയ സൊല്യൂഷനിലേക്ക് തന്നെയാണ് ഇതിന്ന് വീണ്ടും 2 ml ആഡ് ചെയ്യാൻ. മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ മതി. ഡൗട്ടിൻ്റെ ആവശ്യമില്ല. ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നോക്കൂ, ഈ ബോക്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കി കിട്ടി അല്ലേ. വോളിയം ഓഫ് സോഡിയം കാർബണേറ്റ് 15, 17, 19, 21, 23, 25 അതിനൊക്കെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോളിയം ഓഫ് HCl നമുക്ക് എന്ത് കിട്ടി, ഇവിടുന്ന് കിട്ടിക്കഴിഞ്ഞു. അത് വെച്ചിട്ട് വേണം നിങ്ങളൊരു ഗ്രാഫ് വരയ്ക്കാൻ. നിങ്ങൾക്ക് ഗ്രാഫ് പേപ്പർ ഉണ്ടല്ലോ, ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ ഒരു ഗ്രാഫ് പേപ്പറും കൂടിയിട്ട് വെക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാവും. ഗ്രാഫ് പേപ്പറിൽ ഇവിടെ നമ്മൾ വോളിയം ഓഫ് സോഡിയം കാർബണേറ്റ് എടുത്തു, ഇവിടെ വോളിയം ഓഫ് HCl എടുത്തു. അപ്പോൾ വോളിയം ഓഫ് സോഡിയം കാർബണേറ്റിൻ്റെ 0, 2, 4, 6, 8, 10, 12, 14, 16 അങ്ങനെ എഴുതിപ്പോയി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ആദ്യത്തേത് എന്താ, നമ്മുടെ 15 ml. ഇവിടെ അത് 0 ഇവിടെ ഉണ്ട്, 2, 4, 6, 8, 10. അപ്പോൾ ഞാൻ കൃത്യമായിട്ടൊരു ഗ്രാഫ് നിങ്ങൾക്ക് ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എങ്ങനെ ഗ്രാഫ് വരയ്ക്കേണ്ടതെന്ന്. അപ്പോൾ നമുക്ക് ഇവിടെ 15 ml ആണ് ആദ്യം അല്ലേ നമ്മൾ സോഡിയം കാർബണേറ്റ് എടുത്തത്. 15 ml ആണ്. ആ 50 ml ചിലപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എൻ പോയിന്റ് കിട്ടിയിട്ടുണ്ടാവുക എത്രയായിരിക്കും, 10 ആയിരിക്കാം, ചിലപ്പോൾ 11 ആയിരിക്കും. എന്തായത് നമുക്ക് 15 കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എത്രയാണ് കിട്ടിച്ചാൽ അവിടെ ഒരു പോയിന്റ് ഇടുക. ഇനി അടുത്ത പോയിന്റ് ഏതായിരുന്നു, 17 നമ്മൾ എക്സ് ആക്സിസിൽ പ്ലോട്ട് ചെയ്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എത്ര വോളിയം HCl എന്ന് വെച്ചാൽ അത് പ്ലോട്ട് ചെയ്തു. 19, 23, 25, 21 അങ്ങനെ ഓരോന്നിനും കിട്ടിയതൊക്കെ നമ്മളിതാ ഇങ്ങനെ പ്ലോട്ട് ചെയ്യുക. അങ്ങനെ പ്ലോട്ട് ചെയ്തതിന് ശേഷം 0യിൽ കൂടി പാസ് ചെയ്യണ പോലെ ഇതാ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അപ്പോൾ ഈ മാക്സിമം പോയിൻറ്റ്സിനെ ഉൾക്കൊള്ളുന്ന പോലെ. ഇനിയിപ്പോൾ നിങ്ങൾക്കിതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കിട്ടിയില്ലെങ്കിൽ ഈ 0 കൂടെ നമ്മൾ ലൈൻ വരയ്ക്കുകയാണല്ലോ, അതിൻ്റെ അപ്പറും ഉപ്പറും മാക്സിമം ആയിട്ട് നമ്മുടെ പോയിൻറ്റ്സ് കിടക്കണം. ചിലവർക്ക് നോക്കൂ, ഇങ്ങനെ കൃത്യമായിട്ട് പോയിൻറ്റ്സ് കിട്ടും. അപ്പോൾ അവർക്ക് 0 കൂടെ വരയ്ക്കാൻ വളരെ ഈസിയാണ് അല്ലേ. പക്ഷെ ചിലവർക്ക് കൃത്യമായിട്ട്
ഇങ്ങനെ പോയിന്റ്സ് കിട്ടിയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ എങ്ങനെയായിരിക്കും കിട്ടുക, ഇങ്ങനെ 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 ഇങ്ങനെ. അത് ചെയ്യണതിൻ്റെ കുഴപ്പമാണ് കേട്ടോ, അങ്ങനെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർ മാക്സിമം പോയിന്റ്സ് ഈ ലൈനിൻ്റെ അപ്പുറം വരണ പോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ വരച്ചതിന് ശേഷം ഇനി നമ്മൾ കാണുന്നത്, നമ്മളിപ്പോൾ സോഡിയം കാർബണേറ്റ് നമ്മൾ എത്രയ്ക്ക് ml എടുത്തത്? 15, 17, 19, 21, 23, 25. ഇനി 20 ml, ഈ എക്സ് ആക്സിസിൽ 20 ml വാല്യൂ എവിടെയാണ് വരുന്നത് നോക്കുക. ഇപ്പോൾ 19 കഴിഞ്ഞാൽ 19നും 21നും ഇടയിലായിരിക്കും എന്ത്? 20 ml അല്ലേ? അപ്പോൾ 20 ml എവിടെയാണോ വരുന്നത് അതിന് ആ 20ന്ന് ഈ നമുക്ക് കിട്ടിയ സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടല്ലോ, അവിടേക്ക് നമ്മളൊരു ലൈൻ വരയ്ക്കുക, സ്ട്രെയിറ്റ് ലൈൻ. അത് ഇങ്ങോട്ട് നമ്മൾ എക്സ്ട്രാപൊളേറ്റ് ചെയ്യും. അപ്പോൾ 20 ml കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എത്ര വോളിയം ഓഫ് HCl ആണ് ഈ ഗ്രാഫിൽ നിന്ന് കിട്ടും. അപ്പം നമുക്ക് കിട്ടിയ 15, 17, 19, 21, 23, 25 ഒക്കെ നമ്മുടെ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ 0 കൂടെ തുടങ്ങണ പോലത്തെ ഒരു ലൈൻ വരയ്ക്കുകയാണ് ചെയ്യണത്. ഓക്കെ, അപ്പം അങ്ങനെ വരച്ചതിന് ശേഷം നമ്മൾ 20ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കിവിടെ എത്രയാണ് കിട്ടുന്നത് നോക്കുക. ഓക്കെ, അപ്പോൾ ആ വാല്യൂ 20ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നമുക്ക് കിട്ടി. ഇനി ഇതാണ് നമ്മുടെ ഇക്വേഷൻ. നമ്മൾ ഓൾറെഡി പഠിച്ചുള്ള ഇക്വേഷനാണ് N1V1 = N2V2. അപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ ഏതാണ്? സോഡിയം കാർബണേറ്റ്. സോഡിയം കാർബണേറ്റും HCl. നമുക്ക് ഇവിടുന്ന് എന്ത് കണ്ടുപിടിക്കാനാ? നോർമാലിറ്റി ഓഫ് HCl കണ്ടുപിടിക്കാനാണ്. അത് നമുക്ക് അറിയില്ല, അത് കണ്ടുപിടിക്കലാണ് നമ്മുടെ ഇവിടുത്തെ ഉദ്ദേശം. സോ നോർമാലിറ്റി ഓഫ് HCl നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നോർമാലിറ്റി ഓഫ് സോഡിയം കാർബണേറ്റ് അറിയില്ലേ? ഇതാ നമ്മളിവിടെ വെയിറ്റ് എടുത്തിട്ട് നോർമാലിറ്റി ഓഫ് സോഡിയം കാർബണേറ്റ് നമുക്കറിയാം. ഇനി വോളിയം ഓഫ് സോഡിയം കാർബണേറ്റ്, അത് നമ്മൾ 20 ml എത്ര കറസ്പോണ്ടിങ് ആണെന്നാണ് നമ്മൾ ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ വോളിയം ഓഫ് സോഡിയം കാർബണേറ്റ് എത്രയാണ് വരിക? 20 അല്ലേ? ഇനി നോർമാലിറ്റി ഓഫ് HCl അറിയോ? ഇല്ല. വോളിയം ഓഫ് സോഡിയം HCl, അത് സോഡിയം കാർബണേറ്റിന് 20 ml സോഡിയം കാർബണേറ്റിന് എത്ര വോളിയം ഓഫ് HCl ആണ് കിട്ടിയത് നമുക്ക് ഗ്രാഫിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവില്ലേ, ആ വാല്യൂ. അപ്പോൾ ദെർഫോർ നോർമാലിറ്റി ഓഫ് HCl N2 എന്ന് പറയുന്നത് ഏതാണ്? നോർമാലിറ്റി ഓഫ് HCl = N1V1/V2. N1 എന്ന് പറഞ്ഞാൽ നോർമാലിറ്റി ഓഫ് സോഡിയം കാർബണേറ്റ്, ഇതവിടെ കിട്ടിയിട്ടുണ്ട്. ഇൻറ്റു V1 എന്ന് പറയുന്നത് വോളിയം ഓഫ് സോഡിയം കാർബണേറ്റ് 20 ml ആണ്, V2 എന്ന് പറയുന്നത് വോളിയം ഓഫ് HCl. ആ 20 ml കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എത്ര വോളിയാണ് ഗ്രാഫിൽ നിന്ന് കിട്ടിച്ചാൽ അത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നു? നോർമാലിറ്റി ഓഫ് HCl കിട്ടുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ എന്ത് ചെയ്തു? HCl നമ്മൾ സ്റ്റാൻഡേർഡൈസ് ചെയ്തു അല്ലേ? HCl നമ്മൾ സ്റ്റാൻഡേർഡൈസ് ചെയ്തു. ഇനി എന്താണ്? ഇനിയിപ്പോൾ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ടായിരിക്കും? നമുക്കൊരു എസ്റ്റിമേറ്റ് ചെയ്യേണ്ട സൊല്യൂഷൻ, സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ സൊല്യൂഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് പാർട്ട് നമ്മുടെ കഴിഞ്ഞു. ഇനി സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ സൊല്യൂഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ സൊല്യൂഷൻ ഒരു 100 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലേക്ക് വെറുതെ മേക്കപ്പ് ചെയ്യുക. അപ്പോൾ മേക്കപ്പ് ചെയ്യുമ്പോൾ ഫണൽ വെക്കണം സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലെ, എന്നിട്ട് ഒരു ഗ്ലാസ് റോഡും വെക്കണം. ആ ഗ്ലാസ് റോഡുമ്പോൾ കൂടെ നമ്മുടെ സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ തന്ന സൊല്യൂഷൻ ഒഴിച്ച്, ആ തന്ന ബോട്ടിലുണ്ടല്ലോ അത് 2-3 പ്രാവശ്യം വാഷ് ചെയ്ത് അതിലേക്ക് ഒഴിച്ച് വീണ്ടും നിങ്ങളത് +2 ചെയ്തിട്ടുണ്ടാവില്ല, അങ്ങനെ വൃത്തിയായി റിൻസ് ചെയ്ത് നിങ്ങൾ ആ സൊല്യൂഷൻ 100 ml വെള്ളം കൊണ്ട് മേക്കപ്പ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് എസ്റ്റിമേഷൻ ഓഫ് NaOH ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ മേക്കപ്പ് ചെയ്ത ഏതാണ്? സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടല്ലോ. അപ്പോൾ ആ സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ത് ചെയ്യണം? ഒരു ബ്യൂററ്റിൽ, നേരത്തെ നമ്മുടെ സോഡിയം കാർബണേറ്റിൻ്റെ ബ്യൂററ്റ് ഉണ്ടായില്ലേ, അതിലെന്ത് ചെയ്യണം? ഈ സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ സൊല്യൂഷൻ ഒഴിക്കണം. ഇനി അടുത്ത ബ്യൂററ്റിൽ എന്താ ഉള്ളത്? നമുക്ക് ഓൾറെഡി ഉണ്ട്, HCl ഉണ്ട്. അത് ആ കൃത്യം 0 എന്ന് പറഞ്ഞ മാർക്ക് ആക്കി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? നേരത്തെ സോഡിയം കാർബണേറ്റിൽ ചെയ്തില്ലേ, അതേ പ്രോസസ്സ് തന്നെ ഇവിടെയും ചെയ്യുക. എന്താ ചെയ്യേണ്ടത്? അതായത് 20 ml 15 ml എന്ത് ചെയ്യണം? സോഡിയം ഹൈഡ്രോക്സൈഡ് നമ്മുടെ കോണിക്കൽ ഫ്ലാസ്കിലേക്ക് എടുക്കണം. ഓക്കെ, അങ്ങനെ എടുത്തിട്ട് അതിലേക്ക് എന്ത് ചെയ്യണം? നമ്മൾ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുക. അപ്പോൾ ഇൻഡിക്കേറ്റർ നമുക്ക് ഫിനോഫ്തലീൻ ആഡ് ചെയ്യാം. ഫിനോഫ്തലീൻ നമ്മൾ ഇൻഡിക്കേറ്റർ ആയിട്ട് ആഡ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് അത് HCl-നായിട്ട് ടൈട്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എൻ പോയിന്റ് കിട്ടുന്നത് പിങ്ക് കളറ് നമ്മൾ ഫിനോഫ്തലീൻ ആഡ് ചെയ്യുമ്പോൾ വരും. അത് പൂവല് കളർലെസ് ആവലാണ് നമ്മുടെ എൻ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? മനസ്സിലായിണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ സ്ട്രോങ് ആസിഡ് ആയിട്ടുള്ള HCl-ഉം സ്ട്രോങ് ബേസ് ആയിട്ടുള്ള സോഡിയം ഹൈഡ്രോക്സൈഡും തമ്മിലുള്ള ടൈട്രേഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുന്നത്. ഓക്കെ,
അപ്പോൾ നമ്മൾ 15 ml എടുത്തു, എന്നിട്ട് ഫിനോഫ്തലിൻ ആഡ് ചെയ്തു, HCl-നായിട്ട് ടൈട്രേറ്റ് ചെയ്തു. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, 50. അപ്പോൾ നമുക്ക് എൻ പോയിന്റ് കിട്ടി അല്ലേ, അതിതാ ഇവിടെ ഇട്ട്. ഇനി 2 ml കൂടി സോഡിയം ഹൈഡ്രോക്സൈഡ് അധികമായിട്ട് ഒഴിക്കുക. എന്നിട്ട് ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യേണ്ട, പിന്നെ ഡയറക്റ്റ് ആയിട്ട് HCl-നായിട്ട് ടൈട്രേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എൻ പോയിന്റ് കിട്ടും. അപ്പോൾ HCl ഫസ്റ്റ് ടൈമിൽ മാത്രമേ നിറയ്ക്കാൻ പാടുള്ളൂ, പിന്നെ എപ്പോഴും ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കരുത്. അപ്പോൾ തെറ്റാണ്. ഓക്കെ, കാരണം വെച്ചാൽ നമുക്ക് ഈ വാല്യൂ ഇങ്ങനെ ഡിക്രീസ് ചെയ്ത് വരണം. ഡിക്രീസ് എന്ന് പറഞ്ഞാൽ ഈ ബ്യൂററ്റിലെ ഫസ്റ്റ് നിറയ്ക്കുക, എന്നിട്ട് ഓരോ പ്രാവശ്യം നമുക്ക് എത്ര വാല്യൂ കിട്ടുന്നതെന്ന് നമ്മൾ നോട്ട് ചെയ്തെടുക്കുക. അപ്പം അങ്ങനെ നമ്മൾ നേരത്തെ പോലെ 25 ml സോഡിയം ഹൈഡ്രോക്സൈഡ് വരെ നമ്മൾ ആഡ് ചെയ്തപ്പോൾ നമുക്ക് HCl-നെ എത്ര എണ്ണം കിട്ടിയെന്ന് നമുക്ക് ഇവിടെ വാല്യൂസ് ഇങ്ങനെ കിട്ടുന്നു. അപ്പം അങ്ങനെ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഗ്രാഫ് എടുക്കുക. ഗ്രാഫിൽ ഇവിടെ വോളിയം ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ്, ഇവിടെ വോളിയം ഓഫ് HCl, എന്നിട്ട് 0, 2, 4, 6, 8, 10 അങ്ങനെ ഓരോന്നിൻ്റെയും വരച്ചു. എന്നിട്ട് നമ്മൾ 15 ml-നെ 17 ml-നെ ഒക്കെ കിട്ടിയത് നമ്മൾ ഇവിടെ പ്ലോട്ട് ചെയ്യുക. ഓക്കെ, പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ 0 കൂടെ സ്റ്റാർട്ട് പോണ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. എന്നിട്ട് 20 ml സോഡിയം ഹൈഡ്രോക്സൈഡ്, ഈ ഗ്രാഫിൽ 20 ml എവിടെയാണ് വരുന്നതെന്ന് നോക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര HCl വരുമെന്നുള്ളത് നോക്കാം. അപ്പോൾ നോർമാലിറ്റി ഓഫ് HCl-ഉം വോളിയം ഓഫ് HCl നമ്മൾ നേരത്തെ N1 V1 = N2 V2 ആയിരുന്നു. അവിടെ N1 എന്ന് പറഞ്ഞ എല്ലാം സോഡിയം കാർബണേറ്റ് ഇട്ടു, N2 എന്ന് പറയുന്നത് എല്ലാം HCl കൊടുത്തു. ഇവിടെ N2 എന്ന് പറയുന്നതൊക്കെ HCl, നേരത്തെ N2 HCl ആയിരുന്നു, അതുകൊണ്ട് ഇവിടെയൊക്കെ HCl. N3 എന്ന് പറയുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ ഇപ്പോൾ നേരത്തെ നമുക്ക് എന്ത് കിട്ടി, HCl-ന്റെ വോളിയം ഇപ്പോൾ ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് കിട്ടി, ഇപ്പോഴത്തെ രണ്ടാമത്തെ ഗ്രാഫിൽ നിന്ന്. മുമ്പത്തെ ഗ്രാഫിൻ്റെ ഉപയോഗം നോർമാലിറ്റി ഓഫ് HCl കണ്ടുപിടിക്കൽ മാത്രമായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് നമുക്ക് നോർമാലിറ്റി ഓഫ് HCl-ഉം കിട്ടി, ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് വോളിയം ഓഫ് HCl-ഉം കിട്ടി ഇല്ലേ. അതായത് 20 ml സോഡിയം ഹൈഡ്രോക്സൈഡിലെ എത്രയായിരുന്നു HCl-നെ എന്നുള്ളത് ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദെർഫോർ നോർമാലിറ്റി ഓഫ് NaOH N2 V2 by V3, അതായത് N2 എന്ന് പറഞ്ഞാൽ നോർമാലിറ്റി ഓഫ് HCl, നമുക്ക് മുമ്പത്തെ ടൈട്രേഷന് കിട്ടിയത്. V2 എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് HCl, ഇപ്പോൾ നമുക്ക് കിട്ടിയില്ലേ, സോഡിയം ഹൈഡ്രോക്സൈഡുമായി ടൈട്രേറ്റ് ചെയ്തപ്പോൾ നമുക്ക് എത്ര HCl കിട്ടി, ഡിവൈഡഡ് ബൈ V3. V3 എന്ന് പറയുന്നത് എന്താ, വോളിയം ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ്. അത് എത്ര, 20 ml-ന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ 20 ml-ന് എത്ര കിട്ടി, 20 ml. V3 എന്ന് പറയുന്നത് എത്രയാണ്, 20 ml. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് നോർമാലിറ്റി ഓഫ് NaOH കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ദെർഫോർ മാസ് ഓഫ് NaOH പെർ ലിറ്റർ, അതായത് നോർമാലിറ്റി ഓഫ് NaOH ഇൻറ്റു ഈക്വലന്റ് മാസ്, അതങ്ങനെയാണ് അതിൻ്റെ ഇക്വേഷൻ. അപ്പോൾ നോർമാലിറ്റി ഓഫ് NaOH നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ഈക്വലന്റ് മാസ് എന്ന് പറയുന്നത് 40 ആണ്. സോ ഇത്ര ഇൻറ്റു 40. ദെർഫോർ മാസ് ഓഫ് NaOH ഇൻ ദ ഹോൾ ഓഫ് ദി ഗിവൺ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ കിട്ടിയ ആൻസർ ഡിവൈഡഡ് ബൈ 10. അപ്പോൾ റിസൾട്ട് എന്ന് പറയുന്നത് പോലെ മാസ് ഓഫ് NaOH ഇൻ ദ ഹോൾ ഓഫ് ദി ഗിവൺ സൊല്യൂഷൻ സമം ഇത്ര ഗ്രാം എന്നുള്ളത് നമുക്ക് കിട്ടും. ഈസിയാണ് ടൈട്രേഷൻ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ബുക്കിൽ നിങ്ങൾ ഈ കാൽക്കുലേഷനൊക്കെ എഴുതിക്കൊണ്ട് വരണം, എന്നാലും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുള്ളൂ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഐഡിയ കിട്ടില്ല. അപ്പോൾ കഴിയുന്നതും നിങ്ങൾ തമ്മിലുള്ള കോണ്ടാക്ട്സ് ഒക്കെ കുറച്ച് ചെയ്യിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കഴിയുന്ന കാര്യങ്ങൾ നിങ്ങൾ എഴുതി വരാനായിട്ട് പറയുന്നത്. പിന്നെ നമ്മൾ ഈ എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോൾ ഗ്രൂപ്പായിട്ടാണ് ചെയ്യുക. ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ പരസ്പരം ഭയങ്കരമായിട്ട് ബന്ധപ്പെടുന്ന പോലത്തെ ഗ്രൂപ്പ് എന്നല്ല ഉദ്ദേശിക്കുന്നത്. 5 പേരുടെ ഗ്രൂപ്പുകളാക്കുന്നു. അപ്പോൾ അതിലെ സൊല്യൂഷൻസ് നിങ്ങൾ ഒരുമിച്ച് ഉണ്ടാക്കുക. ഓക്കെ, സൊല്യൂഷൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ടൈട്രേഷന് നമുക്കിവിടെ കുറേ വാല്യൂസ് എടുക്കാനുണ്ട് അല്ലേ. അപ്പോൾ ആ വാല്യൂസൊക്കെ ഓരോരുത്തരും മാറി 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 വാല്യൂസ് എടുക്കുക. അപ്പോൾ പിന്നെ പ്രാക്ടിക്കൽ ചെയ്യാൻ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, കഴിയുന്നതും ഗ്ലൗസ് ഉണ്ടെങ്കിൽ ഗ്ലൗസ് ഇടണം, മാസ്ക് വെക്കണം. അപ്പോൾ അങ്ങനത്തെ പ്രിക്വേഷൻസ് ഒക്കെ നിങ്ങൾ എടുത്തിട്ട് വേണം വരാൻ. എന്ന് വെച്ചാൽ ഇത് നിങ്ങളതിനെ കൊണ്ട് ഇപ്പോൾ ചെയ്യിപ്പിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ നിങ്ങളൊരു കുറച്ച് ലിമിറ്റഡ് ഡേയ്സിനാണ് നിങ്ങൾ വരുന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് നിങ്ങൾ അതിനത് ചെയ്യിപ്പിച്ചേ മതിയാവൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ മാക്സിമം ഗ്ലൗസൊക്കെ ഇട്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഗ്രൂപ്പായിട്ടാണ് ചെയ്യേണ്ടത്, പക്ഷേ പരസ്പരം അങ്ങനെ ഇൻട്രാക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും നിങ്ങൾക്ക് ഇതിൽ വരുന്നില്ല. ഇപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ട് ടീച്ചർ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുക. ഇങ്ങനെ വാല്യൂസ് എടുക്കുമ്പം നിങ്ങൾ മാറി 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 വാല്യൂസ് എടുക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ചെയ്ത ഒരു ഇത് കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ കാൽക്കുലേഷൻസ് ഒക്കെ നിങ്ങൾ എഴുതി വരണം, അത് വരാതിരിക്കരുത്. ഓക്കെ, ഇനി അടുത്ത ടൈട്രേഷൻ നമുക്ക് ഒരെണ്ണം നോക്കാം. ഇതുപോലെ ഇത് നിങ്ങളുടെ എക്സാമിന് വരുന്നതല്ല കേട്ടോ, പക്ഷെ നമ്മളൊന്ന് അറിയാൻ വേണ്ടി ചെയ്യണതാണ്. സാധാരണ എക്സാമിന് ആസിഡോമെട്രി കെമിട്രി ചോദിക്കാറില്ല, ആസിഡ് ബേസ്ഡ് ടൈട്രേഷൻ ചോദിക്കാറില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രൊസീജിയറും ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരാം. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത്
എസ്റ്റിമേഷൻ ഓഫ് പൊട്ടാസ്യം കാർബണേറ്റ് ആണ്. സോ ഈ എസ്റ്റിമേഷൻ ഓഫ് പൊട്ടാസ്യം കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം കാർബണേറ്റ് എന്താണ്, ഒരു വീക്ക് ബേസ് ആണ്. അപ്പോൾ ഒരു സ്ട്രോങ് ആസിഡും ഒരു വീക്ക് ബേസും തമ്മിലുള്ള ഒരു ടൈട്രേഷൻ കൂടിയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, സ്ട്രോങ് ആസിഡും വീക്ക് ബേസും തമ്മിലുള്ള ഒരു ടൈട്രേഷൻ കൂടിയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വീക്ക് ബേസ് ഏതാണ്, പൊട്ടാസ്യം കാർബണേറ്റ് ആണ്. നേരത്തെ സ്ട്രോങ് ബേസ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആയിരുന്നു. അതുപോലെ ഇവിടുത്തെ വീക്ക് ബേസ് പൊട്ടാസ്യം കാർബണേറ്റ് ആണ്. ഇനി ഇവിടുത്തെ സ്ട്രോങ് ആസിഡ് ഏതാണ്, HCl ആണ്. HCl. അപ്പോൾ നമുക്കറിയാം HClനെ നമുക്ക് സ്റ്റാൻഡർഡൈസ് ചെയ്യണം. അതിനെ നിങ്ങൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സോഡിയം കാർബണേറ്റ് ഞങ്ങൾ നേരത്തെ ചെയ്തില്ലേ, ആ സെയിം മെത്തേഡാണ്. ഫസ്റ്റ് ടൈട്രേഷൻ സെയിം ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ടൈട്രേഷൻ ഇവിടെ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഈ 2 എക്സ്പെരിമെൻറ്റിലും ഫസ്റ്റ് സ്റ്റേജ് രണ്ടിലും സെയിം ആണ്. എന്നുവെച്ചാൽ സോഡിയം കാർബണേറ്റ് നമ്മൾ വെയിറ്റ് എടുക്കുന്നു 0.53, അത് 100 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിൽ മേക്കപ്പ് ചെയ്യുന്നു. എന്നിട്ട് അതൊരു ബ്യൂററ്റിൽ എടുക്കുന്നു. അടുത്ത ബ്യൂററ്റിൽ നമ്മുടെ HCl എടുക്കുന്നു. എന്നിട്ട് സോഡിയം കാർബണേറ്റിൽ നിന്ന് 15 ml നമ്മൾ കോണിക്കൽ ഫ്ലാസ്കിലേക്ക് എടുക്കുന്നു. മീതയിൽ ഓറഞ്ച് ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുന്നു. അത് HClനായിട്ട് ടൈട്രേറ്റ് ചെയ്യുന്നു. വീണ്ടും 2 ml കൂടി ആഡ് ചെയ്യുന്നു. പിന്നെ അത് ടൈട്രേറ്റ് ചെയ്യുന്നു. വീണ്ടും 2 ml ആഡ് ചെയ്യുന്നു, ടൈട്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ നോർമാലിറ്റി ഓഫ് HCl ഇവിടെയും നമുക്ക് കിട്ടണം. അപ്പം നമ്മൾ ആദ്യം ചെയ്തതും അത് തന്നെയായിരുന്നു അല്ലേ, ഫസ്റ്റ് എക്സ്പെരിമെൻറ്റും അത് തന്നെയായിരുന്നു നമ്മൾ ചെയ്തത്. അപ്പോൾ റിപ്പീറ്റേഷൻ ആണ്. അപ്പോൾ നിങ്ങൾ അത് ഒരു പ്രാവശ്യം ചെയ്താൽ മതി. അപ്പോൾ ഈ എസ്റ്റിമേഷൻ ഓഫ് സോഡിയം കാർബണേറ്റിൽ ശരിക്കും നിങ്ങൾക്ക് ഫസ്റ്റ് പാർട്ട് നിങ്ങൾ മുൻപ് ചെയ്ത എക്സ്പെരിമെൻറ്റിൻ്റെ ഹാഫ് പാർട്ടാണ്. ഇനി ഈ സെക്കൻഡ് പാർട്ട് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ പൊട്ടാസ്യം കാർബണേറ്റും സ്റ്റാൻഡേർഡ് HClഉം, ഈ പൊട്ടാസ്യം കാർബണേറ്റ് ആണ് നിങ്ങൾക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ ചെറിയ ബോട്ടിലിൽ തരിക. അത് നിങ്ങൾ എന്ത് ചെയ്യണം, 100 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിൽ അത് മേക്കപ്പ് ചെയ്യണം. വെള്ളം ഉപയോഗിച്ച് മേക്കപ്പ് ചെയ്യുക. അതായത് ഫണൽ വെക്കുക, സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് എടുക്കുക, മുകളിൽ ഫണൽ വെക്കുക, ഒരു ഗ്ലാസ് റോഡ് എടുക്കുക, അതുമ്മ കൂടെ സൊല്യൂഷൻ ഒഴിക്കുക. എന്നിട്ട് നിങ്ങൾ +2 ചെയ്ത പോലെ മേക്കപ്പ് ചെയ്യുക. എന്നിട്ട് അതൊരു ബ്യൂററ്റിലെടുത്തു. ഓക്കെ, അടുത്ത ബ്യൂററ്റിൽ നമ്മൾ തന്ന സ്റ്റാൻഡേർഡ് HCl എടുത്തു. എന്നിട്ട് പൊട്ടാസ്യം കാർബണേറ്റിൻ്റെ ബ്യൂററ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, 15 ml പൊട്ടാസ്യം കാർബണേറ്റ് നമ്മളൊരു കോണിക്കൽ ഫ്ലാസ്കിലേക്ക് ഒഴിക്കണം. കോണിക്കൽ ഫ്ലാസ്കിലേക്ക് ഒഴിച്ചതിന് ശേഷം നമ്മൾ മീതയിൽ ഓറഞ്ച് 2 drops ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുന്നു. എന്നിട്ട് അതിനെ സ്റ്റാൻഡേർഡ് HClയുമായി നമ്മൾ ടൈട്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആദ്യം 15 ml പൊട്ടാസ്യം കാർബണേറ്റ് ആണ് എടുത്തത്. അത് ഇൻഡിക്കേറ്റർ ആഡ് ചെയ്ത് ടൈട്രേറ്റ് ചെയ്യുന്നു HCl ആയിട്ട്. അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. പിന്നെ ആ സെയിം കോണിക്കൽ ഫ്ലാസ്കിലേക്ക് തന്നെ യാതൊരുവിധ സാധനങ്ങളും പുറത്തേക്ക് കളയാതെ ആ സെയിം കോണിക്കൽ ഫ്ലാസ്കിലേക്ക് തന്നെ 2 ml കൂടി എന്ത് ആഡ് ചെയ്യണം, പൊട്ടാസ്യം കാർബണേറ്റ് ആഡ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ 17 ml ആയി. എന്നിട്ട് അത് വീണ്ടും HClനായിട്ട് ടൈട്രേറ്റ് ചെയ്യുക. പിന്നെ ആ സെയിം സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലേക്ക് തന്നെ വീണ്ടും 2 ml കൂടി, അപ്പോൾ ടോട്ടൽ 19 ml ആയി. അത് HClനായിട്ട് ടൈട്രേറ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ ടൈട്രേഷൻ കണ്ടിന്യൂ ചെയ്യുക. സോ N2V2 = N3V3. N2 എന്ന് പറഞ്ഞാൽ ഏതാണ്, HCl ആണ്. N3 എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം കാർബണേറ്റ് ആണ്. അപ്പം നമുക്ക് ഇവിടുന്ന് എന്ത് കിട്ടും, നോർമാലിറ്റി ഓഫ് പൊട്ടാസ്യം കാർബണേറ്റ് നമുക്ക് ഇത് മാത്രമാണ് നമുക്ക് അറിയാത്തതുള്ളൂ. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണോ, ഈ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യണം, ഗ്രാഫ് വരയ്ക്കണം. ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇവിടെ വോളിയം ഓഫ് പൊട്ടാസ്യം കാർബണേറ്റ്, ഇവിടെ വോളിയം ഓഫ് HCl, അങ്ങനെ തിരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് നോർമാലിറ്റി ഓഫ് K2CO3 നമുക്കിതൊന്നും അറിയില്ല. അപ്പോൾ നോർമാലിറ്റി ഓഫ് HCl എത്രയാണ്, നിങ്ങൾക്ക് ഈ ഫസ്റ്റ് പാർട്ടിൽ നിന്ന് നമുക്ക് കിട്ടും അല്ലേ, അത് കിട്ടി. ഇനി വോളിയം ഓഫ് HClോ, വോളിയം ഓഫ് HCl എന്ന് പറഞ്ഞാൽ ഈ ഗ്രാഫിൽ ഇത് നമ്മൾ ഗ്രാഫിൽ വരയ്ക്കുമല്ലോ. അപ്പോൾ 20 ml കറസ്പോണ്ടിങ് ആയിട്ട് എത്ര കിട്ടുന്നു HCl, അതാണ് വോളിയം ഓഫ് HCl ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് പൊട്ടാസ്യം കാർബണേറ്റ്. അത് എത്രയാ, 20 ml കറസ്പോണ്ടിങ് ആയിട്ട് എത്ര കിട്ടുന്നു എന്നാണ് നമ്മൾ ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 20 ml ആണ് ഇവിടെ കൊടുക്കേണ്ട ഇത്. അപ്പോൾ ഈ 15, 17, 18, 19, 21, 23, 25 എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കണ വാല്യൂസാണ്. അങ്ങനെ കിട്ടുന്ന ഗ്രാഫിൽ നിന്നും ഇതിലൊന്നുമില്ലാത്ത ഒരു 20ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര ml HCl വരുന്നു എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇതിലില്ല 20 അല്ലേ, അപ്പോൾ 20ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര വരുന്നു എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ആ 20 ആണ് നമ്മൾ ഇവിടെ ഇടുന്നത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഗ്രാഫിൽ നിന്ന് കിട്ടുന്ന വോളിയം ഓഫ് HCl ആണ് ഇവിടെ ഇട്ടുന്നത്. സോ മാസ് ഓഫ് പൊട്ടാസ്യം കാർബണേറ്റ് പെർ ലിറ്റർ, നോർമാലിറ്റി ഓഫ് പൊട്ടാസ്യം കാർബണേറ്റ് ഇൻറ്റു ഈക്വലൻ മാസ്. ഈക്വലൻ മാസ് 61.9 ആണ് പൊട്ടാസ്യം കാർബണേറ്റിൻ്റെ. ദെർഫോർ മാസ് ഓഫ് K2CO3 ഇൻ ദ ഹോൾ ഓഫ് ദി ഗിവൻ സൊല്യൂഷൻ, ഈ കിട്ടിയ വാല്യൂ ഡിവൈഡഡ് ബൈ 10, 10 ഗ്രാം എന്ന് കിട്ടും. അപ്പോൾ ഫസ്റ്റ് കേസിൽ എന്താണ്, നമ്മൾ ആദ്യം ഒരു സ്ട്രോങ് ആസിഡും വീക്ക് ബേസും, സ്ട്രോങ് ആസിഡായിട്ട് നമ്മൾ ഏതെടുത്തത് HClഉം, വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ് ആയിട്ട് NaOH. സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ്, സ്ട്രോങ് ആസിഡായിട്ട് HClഉം സ്ട്രോങ് ബേസ് ആയിട്ട് NaOHഉം. അത് ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. സെക്കൻഡ് എക്സ്പെരിമെൻറ്റിൽ എന്ത് ചെയ്തു,
സ്ട്രോങ് ആസിഡായിട്ട് HCl തന്നെ യൂസ് ചെയ്തു, വീക്ക് ബേസ് ആയിട്ട് പൊട്ടാസ്യം കാർബണേറ്റും യൂസ് ചെയ്തു. അപ്പോൾ HClനെ സ്റ്റാൻഡർഡൈസ് ചെയ്യിക്കണമായിരുന്നു. അത് നമ്മുടെ 2 എക്സ്പെരിമെൻറ്റിലും ഒരുപോലെയാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇതാണ് ആസിഡിമെട്രി, ആൽക്കലിമെട്രി.